നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻറ്റീരിയർ റെൻഡറിങ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്രോപ്പർ വീഡിയോ ആയിരിക്കും ഇത്. കുറച്ച് ഇൻഡെപ്ത് ആയിരിക്കും, കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കെച്ചപ്പിൽ നമ്മൾ തുടങ്ങുകയാണ്. സ്കെച്ചപ്പിൽ നമ്മൾ മോഡൽ ഫുൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബെഡ്റൂമാണ്, സിമ്പിൾ ബെഡ്റൂമാണ്. ഒരു ഭയങ്കര ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തൊരു ബെഡ്റൂം. ബെഡിന് കുറച്ച് ഡീറ്റെയിൽ ഉണ്ടെന്നുള്ളൂ, ബാക്കി റൂമിലൊന്നും ഒന്നുമില്ല. ഒരു നീല വാള്, ബാക്കിയെല്ലാം വൈറ്റ് വാൾസ് ആണ്. 2 സൈഡ് ടേബിള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഷോട്ട് നമുക്ക് എടുക്കണം. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ എക്സ്റ്റൻഷൻസിൽ പോയിട്ട് ഒരു D5 കണക്ട് D5 അടിച്ചു കഴിഞ്ഞാൽ D5 ഓപ്പൺ ആവും. അങ്ങനെ D5 നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാദ്യം തന്നെ ഇവിടെ നമ്മുടെ മൂവ്മെൻറ്റ് നമ്മൾ ഇവിടെ പോയിട്ട് ഫ്ലൈയിലേക്ക് ഇടുന്നു. ഫസ്റ്റ് അതാണ് ഞാൻ ചെയ്യാറ്. ഫ്ലൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കീബോർഡിൽ WASD കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. അതുപോലെ Q മീഞ്ഞിക്കുക, ഹൈറ്റ് താഴെ മുകളിൽ താഴെ മൂവ് ചെയ്യാം. മൗസ് വെച്ച് ഓർബിറ്റ് ചെയ്യാം. കണ്ടപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഫുൾ നമ്മുടെ സ്കെച്ചപ്പിൽ അങ്ങനെ ഇരുന്നാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ റെൻഡർ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ചെയ്യുന്ന പരിപാടി നേരെ മോഡലിനെ പുറത്തേക്ക് പോകും. എന്നിട്ട് വിൻഡോ ഉണ്ടോ, വിൻഡോയൊക്കെ ഇപ്പോൾ സ്കെച്ചപ്പിലെ ട്രാൻസ്ലൂസൻറ്റ് ഗ്ലാസ് ബ്ലൂ കിടക്കുന്നത്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് സാധനമൊന്നുമല്ല. നമ്മൾ നേരെ D5 ഗ്ലാസ് എടുത്തിരുന്നതിലേക്ക് അസറ്റ്സിൽ ആദ്യം നമുക്ക് സേവ് ചെയ്തേക്കാം കേട്ടോ. അസറ്റ്സ് ഫയലിൽ പോയി ഒന്ന് സേവ് ചെയ്യണം. ഞാനൊന്ന് സേവ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ്, നമുക്ക് D5 ഗ്ലാസ് എടുക്കുക. അസറ്റ്സിൽ പോവുക, ഗ്ലാസ് എടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ പോയി ഗ്ലാസ് എടുത്താലും മതി. ഇവിടെ താഴെ നോർമൽ ഗ്ലാസ് ഉണ്ട്, നോർമൽ ഗ്ലാസ് എടുക്കുന്നു. നേരെ ഇടുന്നു, ഓട്ടോമാറ്റിക്കലി മറ്റേതും മാറി, സെയിം മെറ്റീരിയൽ ആയിരുന്നല്ലോ. പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് ഈ 2 വിൻഡോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമുക്ക് തൽക്കാലം ചെയ്യാം. ഇത് നേരെ റൂമിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ഓരോന്നിനെ മാറ്റി മാറ്റാം. അപ്പോൾ നമുക്ക് ഈ താഴെ കിടക്കുന്ന ടൈൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കുന്ന നേരെ ഞാൻ കസ്റ്റം ആക്കുന്നു. ഓക്കെ, ആ ടൈലിന് ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കസ്റ്റം ആക്കിയിട്ടിട്ട് ഞാനിവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ടെക്സ്ചർ എൻഹാൻസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടൈൽ എടുത്തിടാം. ഇതിപ്പം നമ്മൾ ടൈൽ ഓൾറെഡി സെറ്റപ്പിൽ നമ്മൾ ലേഔട്ട് അടിച്ചിട്ടേക്കുക, ലൈനൊക്കെ ഉള്ളത്. ഒരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് മെറ്റാലിക് ഒന്ന് കൂട്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. ഒന്ന് തിളങ്ങണം, എൻ്റെ ആവശ്യത്രേ ഉള്ളൂ. പിന്നെയുള്ളത് എന്താ പറയുക, നമ്മുടെ ബ്ലൈൻഡ്സിനെ നമുക്ക് ക്ലോത്ത് ആക്കാം. കസ്റ്റം മാറ്റി നേരെ ക്ലോത്ത് ആക്കുന്നു. കുറച്ച് വെളിച്ചകത്തേക്ക്. അതുപോലെ ഇവിടെ നമുക്ക് ശരിക്കും ബ്ലൈൻഡ്സ് ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയി കിടക്കുവാണ്. കണ്ടോ, അതിന് മാറ്റിയുണ്ട് ട്രാൻസ്പെറൻ്റ് എന്നാൽ അതിനെ മാറ്റി ഞാൻ ക്ലോത്ത് ആക്കുന്നു. അതിൽ ക്ലോത്ത്, ഓക്കെ, എന്നൊരു ക്ലോത്ത് ടെക്സ്ചറൊക്കെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ അത് രണ്ടും ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് താഴെയുള്ള കാർപ്പറ്റിന് ഒരു നല്ല എന്തെങ്കിലും ടെക്സ്ചർ വേണം. അസറ്റ്സിൽ പോവാം, ഫാബ്രിക്കിൽ പോയിട്ട് നോക്കാം എന്തെങ്കിലും ഒരു ടെക്സ്ചർ. ഈ ഒരു ബ്രൗൺ കളർ വലിയ കുഴപ്പമില്ല, അത് ഇട്ടിട്ട് നോക്കാം. എഡ്ജൊക്കെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്യാനുണ്ട്. കണ്ടത് ഞാൻ വെറുതെ ചുമ്മാ റെക്ടാങ്കിൾ എടുത്തിട്ടേക്കുക. ഇതിന് കാർപ്പറ്റിൻ്റെ മെറ്റീരിയലിന് കൊടുക്കാം, കുഴപ്പമില്ല. ഇതിന് നമുക്ക് എഡ്ജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ താഴെ വന്ന് റൗണ്ട് കോർണർ കൊടുക്കാം. അതിൻ്റെ ഫുള്ളാക്കി ഇടാം, റൗണ്ട് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഒരു ചെറിയൊരു കർവ് വരണം എന്നുള്ള സംഭവമുള്ളൂ. ഓക്കെ, കളർ ഭയങ്കര ഡാർക്കായി തോന്നി നമുക്ക് ലൈറ്റ് ആക്കാം പിന്നീട്. പിന്നെ നമ്മുടെ വുഡ്, ഇതിൽ വെളിച്ചം മല്ല ഭയങ്കര നല്ല. അപ്പോൾ എൻവയോൺമെൻറ്റിൽ പോയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കിയാൽ കുറച്ച് വെളിച്ചത്തേക്ക് ഇട്ടാം. വിൻഡോയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണടിക്കുന്നുണ്ടോ ഇല്ല, ആ വെളിച്ചം വന്നു. ഓക്കെ, സെറ്റ്. നമുക്ക് ഡോറൊക്കെ ഒന്ന് വുഡനാക്കണം. അപ്പോൾ എൻ്റെ അസറ്റ്സിൽ ലോക്കലിൽ എനിക്ക് കുറച്ച് വുഡ് ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. പറയാൻ റെഡ് ടീക്ക് ഞാൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിനും എനിക്ക് ആ വുഡ് തന്നെ മതി തൽക്കാലം. എൻ്റെ ലോക്കൽ ലൈബ്രറിയാണ്, അതായത് നമ്മുടെ ഓൺലൈൻ ഇവിടെ നമ്മുടെ D5 കിട്ടുന്ന വുഡിൽ തന്നെ നമുക്ക് റെഡ് ടീക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനെ പിന്നെ ഞാൻ എടുത്തിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വുഡ് ഉണ്ട്, അതിൻ്റെ കളറിലേക്ക് മാറ്റി, അത് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ കളറിലേക്ക് ഞാൻ മാറ്റിയെടുത്താണ്. അതാണ് ഞാൻ ലോക്കലിൽ ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനെടുത്തിട്ട് ഞാൻ പിന്നെ ഇവിടെ ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്താണ് ഞാൻ ലോക്കലി സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി
കണ്ടോ, ആ വുഡ് കുറച്ച് നല്ല വുഡാണ്, കുറച്ച് ടെക്സ്ചറും കുറച്ച് തിളക്കമൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ റത്താനുണ്ട്, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അസറ്റ്സിൽ പോവാം, ഓൺലൈൻ. അതുപോലെ തന്നെ ഞാനിവിടുത്തെ RIT എന്നടിച്ചു കൊടുത്താൽ വരും. ഞാൻ റത്താൻ വീവിങ് ഉണ്ട്, അതെടുക്കാം, ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെയും ഒരു സൈസും കാലത്തിൽ പഠിച്ചിട്ടുണ്ട്, ഭയങ്കര വലിയ ഹോളാണ്, അത്രയും വേണ്ട. നമുക്കിവിടെ സ്ട്രെച്ചിൽ പോയിട്ട് ഒരു 5 അടിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു എഡ്ജിനൊരു കളർ ഉണ്ടല്ലോ, അത് വേറെ മെറ്റീരിയൽ വേണം. തൽക്കാലം നമുക്ക് റത്താൻ വീവിങ് തന്നെ ഇട്ട് കൊടുക്കാം. അറിയില്ല ഹോൾ അറിയുന്നുണ്ടല്ലേ, കാര്യം റത്താനിൻ്റെ സൈസ് അതൊന്ന് കൂട്ടി കൊടുക്കാം. ഒരു 10 ഇട്ട് കൊടുത്താൽ സെറ്റായിരിക്കും. 19, 20 പക്ഷെ കളർ കിട്ടണമെന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഇന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താ, ഇതൊക്കെ തന്നെ വ്യത്യാസമായി. ഞാൻ ലൈറ്റ് ജസ്റ്റ് ആണെങ്കിൽ ഇതിന് വ്യത്യാസം നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു സാധനം, നമ്മുടെ ലാമ്പാണ് മുകളിൽ തൂക്കുന്ന പെൻഡന്റ് എന്ന് പറയുന്ന സംഭവം. നമുക്ക് അതിനെ ക്ലോത്ത് ആക്കാം. അതിന് സർഫസ് സ്കാറ്ററിങ് ഇട്ട് കൊടുക്കാം, ക്ലോത്ത് മെറ്റീരിയൽ കൊടുക്കാം, കുറച്ചൊന്ന് വെളിച്ചെണ്ണ പുറത്തേക്ക് ഡിഫ്യൂസ് ആവുന്ന രീതിയിൽ ഒപ്പേസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ആ സെയിം വുഡ് മതി. ഞാൻ നേരെ ഡോറിൽ പോയിട്ട് റെഡ് ടീക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നു, കൊണ്ടുവന്നിട്ട് ഇവിടെ ടെക്സ്ചറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ ഉണ്ട്, ടെക്സ്ചറിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ സൈഡ് ടേബിളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടെക്സ്ചർ ഇവിടെ ഇല്ല, ഭയങ്കരമായിട്ട് സൂമായി കിടക്കുക, അതായത് കുറേ വലിയാതെ ഒരുപാടായി കിടക്കുന്നു. ടെക്സ്ചർ ഞാൻ ചെറുതാക്കാം. സ്ട്രെച്ചിൽ പോയിട്ട് ഞാനൊരു 0.1 ഒക്കെ അടിച്ചു കൊടുക്കാം, വ്യത്യാസമൊന്നുമില്ല. 0.01 കൊടുത്തു കഴിഞ്ഞാൽ അതേ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഞാൻ ആ സ്ട്രെച്ചിൻ്റെ ഈ ലോക്ക് മാറ്റിയിട്ട് ആക്സിസിൽ മാത്രം ഞാൻ ചേഞ്ച് ചെയ്യാം. 0.001 ആക്കി, കണ്ടോ, ഇത് വേറെ രീതിയിൽ വന്നു. ഇതിനെ ഞാൻ വേണമെങ്കിൽ ഇതിനെ ഒന്ന് 0.05 ഒക്കെ ഇട്ടാൽ വേണ്ട, 0.01 തന്നെ വേണം. ഓക്കെ, ഇപ്പോൾ ഡോറിന് സാധാരണ രീതിയിൽ വരുന്നതാണ്. ഈ ലൈൻസ് എനിക്ക് ബ്ലാക്ക് മതി. ഞാൻ അതിനെ ബ്ലാക്ക് ആക്കുന്നതിന് റഫ്നെസ് ഇല്ലാണ്ടിരിക്കട്ടെ. ഇത് സെറ്റപ്പ് മോഡൽ ചെയ്തപ്പോൾ ശരിയാവാഞ്ഞിട്ടാണ്. അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്കൊരു അപ്പർ സൈഡിൽ വേറെ ഡിസൈൻ ഉണ്ടെന്നുള്ളത് കാണാം. അപ്പുറത്തേക്ക് വന്നിട്ടില്ല, അത് കുഴപ്പമില്ല, സാരില്ല. നമ്മുടെ ഹാൻഡിൽ നമുക്കൊന്ന് റിഫ്ലക്ഷൻ കുറച്ച് കൂടി കൊടുക്കണം, അത് ഓൾറെഡി ബ്ലാക്ക് ആണ്, കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്ക് ഈ ഡിസൈൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു സെറാമിക്കാന്ന് കൺസിഡർ ചെയ്തിട്ട് ഞാനിത് തിളക്കം കിട്ടിയാൽ മതി. ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതിനെ ഞാനൊന്ന് റഫ്നെസ് കുറച്ചിട്ട് മെറ്റാലിക് ഇച്ചിരി കൂട്ടി ചെറിയൊരു ലൈറ്റ് കട്ട് ചെയ്യണം, എനിക്ക് അത്രയുള്ള ഉദ്ദേശം. ഇതിനെയൊക്കെ ഞാൻ തൽക്കാലം ഒന്ന് എഡിറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നമ്മളെ വ്യൂവിന് ഭയങ്കരമായിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ തന്നെ ഇടുന്നു. വേണമെങ്കിൽ അടപ്പൊന്ന് ഇച്ചിരി വന്നിട്ട് റഫറൻസ് വാക്കുക. ഇത് ഗ്ലാസ് നമുക്ക് വേണമെങ്കിൽ അസറ്റ്സിൽ നമുക്ക് ഓൾറെഡി നോർമൽ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഗ്ലാസ് എടുക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ച് തിളക്കം വന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ. പിന്നെയുള്ളത് നമ്മളുടെ ബുക്കിനെയൊക്കെ ഞാൻ സാധാരണ ഒന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊന്ന് ഈ റഫ്നെസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കും, മെറ്റാലിക് കുട്ടിയൊക്കെ നോക്കും. പക്ഷേ കാരണം നമുക്കൊന്നും വേണ്ട, ബുക്കിൻ്റെ അങ്ങനെ തിളക്കമൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ സാധാരണ ഇവിടെ ബേസ് കളർ മാപ്പിൽ പോയിട്ട് ടെക്സ്ചർ എൻഹാൻസ് ചെയ്യാറുണ്ട്, നമുക്കിപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഈ പെൻഡന്റിൻ്റെ അകത്ത് ലൈറ്റ് വേണം. അങ്ങനെ ലൈറ്റിനകത്ത് ഒന്നുമില്ല, ബൾബ് പോലും ഇല്ല. ഞാനിവിടെ ഒരു സ്പോട്ട് ലൈറ്റ് എടുത്തിട്ട് നേരെ ഇതിനകത്തേക്ക് ഇട്ട ഇതിന് ശരിക്കും ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്, കണ്ടോ, ഈ ഒരു പോയിന്റ്. ഇതിനെ ഞാൻ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുപോകാം. ഞാൻ അതിന് ബുക്കിലേക്ക് അടിക്കും. അതുപോലെ തന്നെ കോൺ ആംഗിൾ ഞാൻ കുറയ്ക്കണം. എനിക്ക് ബുക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം അടിച്ചാൽ മതി ഈ ലൈറ്റ്. കോൺ ആംഗിൾ ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ ഇതൊരു റേഡിയസ്, ഇത് ഒരുപാട് ഈ റൂം മൊത്തം വെളിച്ചടിക്കുന്ന സാധനമല്ല, ഇങ്ങോട്ട് മാത്രം അടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ അറ്റൻഷൻ റേഡിയസ് ഞാനൊന്ന് കുറച്ച്, കണ്ടോ, ജസ്റ്റ് എനിക്ക് ആ ബുക്കിൻ്റെ ആ ഭാഗത്ത് മാത്രം അടിച്ചാൽ എന്നാക്കി. ശരിക്കും താഴെ വരെ ചെല്ലി, ഞാൻ തൽക്കാലം ഞാൻ ഇവിടം വരെയൊക്കെ കൊടുക്കാം. അതേപോലെ ഇതൊരു കുറച്ച് വാം ലൈറ്റ് ആയിരിക്കും എപ്പോഴും, അതിൻ്റെ വാമാക്കാം. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഫുൾ കുറച്ചിട്ട് ഞാൻ ഒന്നിട്ട് കൊടുക്കും, എനിക്കൊന്നും അറിയാൻ വേണ്ടി എന്തോരം അടിക്കുന്നുണ്ടോ. ഓക്കെ, ഒന്ന് പോരാ, ഒരു 5 ആണെങ്കിൽ ബുക്കിലേക്ക് മാത്രം കാണും. അത് പോട്ടെ, 10 ഇട്ട് കൊടുക്കുക. അത് വേണ്ട, 25 ആണെങ്കിൽ കുറച്ച് കൂടുതൽ അടിക്കില്ല. ഓക്കെ, ഇതിൻ്റെ അറ്റൻഷൻ റേഡിയസ് ഇച്ചിരി കൂട്ടാം. ഇനി ഇതിൻ്റെ കോൺ ആംഗിൾ ഒരിത്തിരി കൂട്ടി കൊടുക്കുക.
ഇങ്ങനെ അടിച്ചാൽ മതി ആ ബുക്കിലേക്ക്. നമുക്ക് ഇൻറ്റൻസിറ്റി പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തൽക്കാലം നമുക്ക് ഇത്ര വെച്ച് നിർത്താം. അപ്പോൾ ആ ഒരു ലൈറ്റ് ഓക്കെ. കാരണം ഇതിൻ്റെ ഒപ്പോസിറ്റ് ഞാൻ കുറച്ചത് കാരണം ഇതിൻ്റെ അകത്ത് ലൈറ്റ് വന്നാൽ ഇതിന് ഒരു തിളക്കം, അത് പുറത്തേക്ക് സ്കാറ്റർ ആവുന്നുണ്ട് ലൈറ്റ്. മെറ്റീരിയൽ വലിയ ക്വാളിറ്റി ഇല്ല കാണാനായിട്ട്, തൽക്കാലം ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടെ ഇനിയിപ്പം കണക്കെ ഞാൻ ക്ലോത്ത് ആക്കി മാറ്റാൻ പോവുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലോത്ത് കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ വുഡ് ഞാൻ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല, സ്കെച്ചപ്പിലുള്ളതായിരുന്നു. നമുക്ക് റഫ്നെസ് വേണമെങ്കിൽ ഒന്ന് കൊടുത്താൽ ചെറിയ തിളക്കം കിട്ടും. പിന്നെ കളർ എനിക്ക് ഡാർക്കായിട്ട് തോന്നുന്നു, ഒരു വൈറ്റ് മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നല്ല കളർ മാറ്റില്ല. ഇനി നമ്മുടെ ബെഡിൽ ഞാൻ സ്ഥിരം ചെയ്യുന്നത് ക്ലോക്ക് ഇരിപ്പുണ്ട്. ക്ലോക്കിന് എനിക്ക് നല്ല ഇരുമ്പിൻ്റെ ഒരു കളർ വേണം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഞാൻ കൂട്ടുന്നു, റഫ്നെസ് ഞാൻ കുറയ്ക്കുന്നു, തിളക്കം വന്നു. ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ട്, കാലം അതങ്ങനെ എനിക്കത് ചെയ്യാൻ നിൽക്കണ്ട. ഈ ബെഡിലെ മെറ്റീരിയലൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം ക്ലോത്ത് ആക്കി കൊടുക്കാന്നുള്ളത്. ഞാൻ ക്ലോത്ത് ആക്കുന്നു, റഫ്നെസ് ഫുള്ള് കൂട്ടും ക്ലോത്തിന്. എന്നിട്ട് മെറ്റാലിക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്കെച്ചപ്പിലത്തെ കളറിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ട് ഒരു 60s 70s നിന്നാൽ കറക്റ്റ് കിട്ടും. അത് ഈ നമ്മളുണ്ടായിരുന്ന കളറാണ്. ഇപ്പം ഞാൻ ഒന്ന് നോക്കിയോ, ഈ ഒരു കളറ് ഞാൻ നേരെ ക്ലോത്ത് ആക്കുമ്പോൾ ഒന്ന് ലൈറ്റ് ആവും. അവിടെ ലൈറ്റായി. ഇനി എനിക്ക് ആ പഴയ കളർ വരണമെങ്കിൽ റഫ്നെസ് കൂട്ടാം, നേരെ മെറ്റാലിക് ഞാൻ 60s കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പഴയ കളറിലേക്ക് തന്നെ എത്തും. ഇതാണ് ഞാൻ ചെയ്യാറ്. ക്ലോത്തിനൊന്ന് എൻഹാൻസ് ആക്കാനുള്ള പരിപാടിയാണിത്. പെട്ടെന്ന് ചെയ്യാം നമുക്കിങ്ങനെ. പിന്നെ ഇത് നേരെ അത് ക്വാളിറ്റി ക്ലോത്താണ്. ഓക്കെ, പിന്നെ ഈ കിടക്കുന്ന സാധനം ഇതിനെ നമ്മളിങ്ങനെ ക്ലോത്ത് ആക്കാം, റഫ്നെസ് കൂട്ടാം, മെറ്റാലിക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ശരിക്കും സാധാരണ ഞാൻ പറയുന്ന പോലെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ബേസ് കളർ മാപ്പിൽ പോയി ടെക്സ്ചർ എൻഹാൻസ് ക്ലിക്ക് ചെയ്ത് അൾട്രാ ആയിട്ട് ടെക്സ്ചർ കൊടുക്കും. ഇതൊരു AI ചെയ്യുന്നൊരു ഫീച്ചറാണ്, അതൊന്ന് എൻഹാൻസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മുകളിൽ ഉണ്ടോ ഒരു ടെക്സ്ചർ മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് സ്കെച്ചപ്പിൽ ഇടുന്ന ടെക്സ്ചറിന് ഇവിടെ നോർമൽ സ്പെക്കുലർ റഫ്നെസ് ഒന്നുമില്ല, മാപ്പ് ഒന്നുമില്ല. ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് AI ജനറേറ്റ് ചെയ്ത് കുറച്ച് മാപ്പ് കിട്ടും. പിന്നെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഉള്ളൊരു സംഭവമാണത് ടെക്സ്ചറിനെ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാനും കുഴപ്പമൊന്നുമില്ല. നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഈ ഒരു സീനിൽ എനിക്കുള്ളൊരു വാർഡ്രോബ് ഉണ്ട്. ഞാൻ സെയിം വുഡ് തന്നെ കൊടുക്കുകയാണ് വാർഡ്രോബിന്. ഈ വുഡ് കൊടുക്കുന്നു, എന്നിട്ട് അതിനെ ഒന്ന് ട്വീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ പഴയ 0.43 1.1 അത് വലിയ വിഷയമില്ല. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് ഹാൻഡിൽ ബാർസ് ഉണ്ട്. നമുക്കതിനെ ഇത് ലോക്കലിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. ഓക്കെ, നമുക്കിവിടെ ഗോൾഡ് ഇതാ, ഞാനൊരു ഗോൾഡ് മിറർ ഗോൾഡ് എടുത്തിട്ട് അത് ഇട്ടിട്ട് അതിനെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സാച്ചുറേഷൻ കുറച്ചിട്ട് ഒരു ബ്രാസ് പോലത്തെ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ അത് വാങ്ങി കൊടുത്തു. ക്യാമറ ഞാനൊന്ന് 60 സംതിങ് ആക്കട്ടെ. ഈ ഒരു വ്യൂ ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. നമ്മുടെ സീലിംഗ് ലൈറ്റ് നമുക്ക് കത്തിക്കാനുണ്ട്, അത് നമുക്ക് പറയാം. നമ്മൾ ഈ ബെഡിൻ്റെ ഒരു ഷോട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സീലിംഗ് ലൈറ്റ് പോലെ തന്നെ പോയി ക്ലിക്ക് ചെയ്തിട്ട് MSC ഓൺ ആക്കാം, ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സീലിംഗ് ലൈറ്റ് നമുക്കിപ്പോൾ ഇത്രയും ശരിക്കും ഈ ഒരു ഷോട്ട് എടുക്കാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിനി വാളും കൂടി ചെയ്യാനുണ്ട്. ഈ വാൾ ശരിക്കും നോ മെറ്റീരിയൽ കിടക്കുന്നത് സ്കെച്ചപ്പിലെ ഡിഫോൾട്ട് മെറ്റീരിയൽ. നമുക്കതിനെ വൈറ്റ് വാൾ അടിച്ചു കൊടുക്കണം. വാൾ പെയിൻ്റ് എടുക്കുന്നു, നേരെ താഴെപ്പോഴത്തേക്ക് വൈറ്റ് വാൾ പെയിൻ്റ് ഉണ്ട്, നേരെ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഡിം ആവും റൂം കേട്ടോ. അല്ല, ഒരു ഗ്രേ കളർ പോലത്തെയാണത്. പക്ഷേ ശരിക്കും നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ ടെക്സ്ചർ വരും പെയിൻറ്റിന്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വാൾ പെയിൻറ്റ് കൊടുക്കും. സ്കെച്ചപ്പിൽ തന്നെ കളർ വെച്ച് റൺ ചെയ്യാൻ നിൽക്കരുത്. എത്ര ഉള്ളൂ ഇതിനെ, പിന്നെ ഒന്നും ചെയ്യാനില്ല, കളർ അങ്ങനെ ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ റൂം. ഇത് ഞാൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്നത് സെക്ഷൻ എടുക്കും. എനിക്ക് ഷോട്ട് വൃത്തിയായി എടുക്കാൻ വേണ്ടി ഞാനിവിടെ പ്രിഫറൻസിൽ വിഡ്ജറ്റിൽ പോയിട്ട് സെക്ഷൻ ടൂൾ ഓപ്പൺ ആക്കും, ഓണാക്കി കിട്ടും. അതുപോലെ തന്നെ സ്പീഡ് റണ്ടറിങ് ഞാൻ ഓണാക്കുന്നു, എനിക്കത് ആവശ്യമുണ്ട്. ഓക്കെ, സെക്ഷൻ ടൂൾ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. സെക്ഷൻ എടുക്കുക, പ്ലെയിൻ എടുക്കുക, നേരെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ വാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും സെക്ഷൻ വരാം. ഞാൻ പയ്യെ അതിനെ ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച്
എൻ്റെ ബെഡ് കഴിയണവരെ. ഓക്കെ, ഇതാണ് എൻ്റെ ബെഡ്. കഴിച്ചില്ല എൻ്റെ ബെഡിൻ്റെ ഷോട്ട് എത്തി. കാർപ്പറ്റ് ഒരുക്കൊന്നുമില്ല, എന്നാലും നമുക്ക് തൽക്കാലം ഇത് മതി. ഓക്കെ, ഇനി ഞാനിവിടെ ക്യാമറയിൽ പോയിട്ട് 2 പെർസ്പെക്റ്റീവ് ഇടും. അപ്പം നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ആവും. അതായത് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ എഡ്ജ് മോഡലിൻ്റെ എഡ്ജുകൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വരാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കണ്ടോ 4.59 മീറ്റർ നമ്മുടെ കിടക്കുന്നത്. ശരിക്കും ഇതൊരു ഫസ്റ്റ് ഫ്ലോറിലുള്ളൊരു ബെഡ്റൂമാണ്. നിങ്ങളിവിടെ ഈ മോഡൽ പോയി കഴിഞ്ഞാൽ കാണാം, ഒരു നില കഴിഞ്ഞാൽ അടുത്ത നില എന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ് എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇരിക്കുന്നത്. 3 മീറ്റർ കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇരിക്കുന്നത് അവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരാളുടെ പൊക്കം തന്നെ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അതായത് ഒരു 3 മീറ്റർ കഴിഞ്ഞ് 1 മീറ്റർ കഴിഞ്ഞാൽ 4 മീറ്റർ നൽകി, പിന്നെ ഒരു 59 സെൻറ്റിമീറ്ററും കൂടെ എന്ന് പറഞ്ഞാൽ ഒരു 1.6 മീറ്റർ ആണ് എൻ്റെ ക്യാമറ ഇപ്പോൾ കറക്റ്റ് ഹൈറ്റിലിരിക്കുന്നത്. നമുക്കൊരു 1.6 7 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് നോക്കണം. താഴെ പോയി 4.7 വരും രണ്ടാമത്തെ നിലയിലാകുമ്പോൾ. അത് ഈ ഒരു ഹൈറ്റിൽ നിന്ന് എടുക്കുകയാണ് നല്ലത് നമുക്ക് റെൻഡർ. അതായത് നമ്മുടെ ഒരു ഐ ലെവൽ എന്ന് പറയുന്ന ഒരു ഹൈറ്റ്. ഇത് ഞാൻ തൽക്കാലം ഒന്ന് ഷോർട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി എനിക്ക് ലൈറ്റ് മാക്സിമം കൊണ്ടുവരണം. നിങ്ങൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഷോർട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ലൈറ്റ് കൊണ്ടുവരാം. ഞാൻ HDRI ഒന്നും ഇടുന്നില്ല. എനിക്ക് വേണ്ടത് നാച്ചുറൽ ലൈറ്റാണ്. ഇൻറ്റീരിയർ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് നാച്ചുറൽ ലൈറ്റ്. HDRI ശരിക്കും പുറത്ത് എക്സ്റ്റീരിയർ എടുക്കുമ്പോൾ അത് ഇട്ടാൽ മതി. ഇൻറ്റീരിയർ എടുക്കുമ്പോൾ നാച്ചുറൽ ലൈറ്റ് വന്നെങ്കിൽ ഇവിടെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ പോകണം. പുതിയ അപ്ഡേറ്റ് എപ്പോഴും വന്നിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ക്യാമറ ഞാൻ നീക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കസ്റ്റത്തിൽ പോയിട്ട് കണ്ടോ, എനിക്കിവിടെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അസിമുത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ അസിമുത്ത് ഒന്ന് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് 20 വെച്ച് കണ്ടോ, സൺലൈറ്റ് ഇവിടെ ഈ ഭാഗത്തൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അസിമുത്ത് ഒന്ന് കറക്കി കഴിഞ്ഞാൽ സൺലൈറ്റ് അകത്തേക്ക് കയറും. ഇവിടെ ഇരുട്ടുണ്ടല്ലോ, ഞാൻ സൺലൈറ്റ് ഇൻറ്റൻസിറ്റിയും കൂട്ടി ഫുൾ അങ്ങിട്ട് കഴിഞ്ഞാൽ ഈ റൂമിന് നല്ല വെളിച്ചമായി. ഞാനൊന്ന് റെൻഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് അപ്ഡേറ്റ് ആവും റെൻഡർ സീൻ. ഓക്കെ, നല്ല വെളിച്ചമായി. ഇനി ഞാൻ എഫക്റ്റിൽ പോയിട്ട് എക്സ്പോഷർ ഞാൻ കൺട്രോൾ ചെയ്യും. എൻ്റെ ആവശ്യത്തിന് ഞാൻ എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ കളറുകൾ കോൺട്രാസ്റ്റ് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുത്താൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും. ഈ കാർപ്പറ്റ് ഭയങ്കര വെളിച്ചം, നമുക്ക് ലൈറ്റ് കളർ മതി. അത് മതി. എഫക്റ്റീവ് പോയിട്ട് ഞാൻ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇനി ഒരു വാം ടോണോ ഫുൾ ടോണോ വേണമെങ്കിൽ ഇവിടെ ഇതിനെ നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു ന്യൂട്രൽ ടോണിലേക്ക് തന്നെ ഇടുകയാണ്. ഇതൊന്ന് വൈറ്റ് ബാലൻസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാനിവിടെ കാണുന്ന ഷോട്ട്. ഞാൻ ഷോട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചെയ്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ലൈറ്റ് നല്ലോണം ഒന്ന് കയറ്റി എടുത്തിട്ടുള്ളൂ. നേരെ ഞാൻ ഷോട്ട് റെൻഡർ ചെയ്യുകയാണ്. ക്യൂവിലേക്ക് ഇടുന്നു. സ്പീഡ് റെൻഡറിങ് ആണ് കണ്ടു. SR എന്ന് കിടപ്പുണ്ട്. നേരെ നമ്മൾ സീനായിട്ട് സെറ്റ് ആയിട്ടില്ല കേട്ടോ. സീൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, 4K അടിക്കുക, നേരെ ക്യൂവിലേക്ക് ഇടാം. ഓക്കെ, സീൻ 1 കണ്ടോ, സീൻ 1 എന്ന് വന്നു. അത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ആയി റെൻഡർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ സീൻ റെൻഡർ ആയിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റാണ് എടുത്തത്. അതിൻ്റെ സീൻ്റെ സ്പെക്സ് അനുസരിച്ചൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട. നമ്മളിപ്പോൾ ചെയ്ത വർക്കാണെങ്കിൽ നമുക്ക് PC വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സമയം ചിലപ്പോൾ വേരി ചെയ്ത് റെൻഡർ എടുക്കുന്നത്, അത്രേ ഉള്ളൂ. നമുക്കതിൻ്റെ ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഷോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു പോസ്റ്റ് പ്രോസസ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. D5 മാത്രം പരിപാടി വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ക്വാളിറ്റി റെൻഡർ തന്നെയാണ് ഇത്. ഞാൻ ബെഡിന് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ റൂമിൽ. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്പോട്ട് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് കാറിലൊക്കെ ഓക്കെ ആക്കി ലൈറ്റൊക്കെ ഇട്ട്. ഇത്രേ ഉള്ളൂ. ഇൻറ്റീരിയർ റെൻഡറിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതിനെ ഉൽപ്പത്തി നമുക്ക് D5 ചെയ്യാം, ഇങ്ങനത്തെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ റെൻഡറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കോഴ്സ് പോലെ ഇറക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോഴ്സ് ഇറക്കിയാൽ നിങ്ങൾ താല്പര്യപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൽ അത് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള വർക്ക് തുടങ്ങാം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോഴ്സ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ഞാൻ തുടങ്ങാനായിട്ട് എത്ര പേര് ഇതിന് താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാത്തത്. അപ്പോൾ
താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എല്ലാം ക്ലിയർ ചെയ്ത് പോവാം, ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.